ബിജെപിയെ തോൽപ്പിക്കാൻ കഴിവുള്ള പാർട്ടി തങ്ങളാണ് എന്ന ധാരണയിൽ പോയാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ത്യയെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം ശ്രമിച്ചത് കോൺഗ്രസ് ആണ്. അടിയന്തരാവസ്ഥ ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു MV ഗോവിന്ദൻ. UDF എന്നത് കോൺഗ്രസ് ആണെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്നും കേരളത്തിൽ മുസ്ലിം ലീഗാണ് UDFന്റെ നട്ടെല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. BJP വിരുദ്ധ ഐക്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം. CPMന് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണുള്ളത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിൽ വിഷം കലർത്താനാണ് ഫാസിസ്റ്റുകളുടെ ശ്രമം. RSSനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളാണ് BJP തോൽപ്പിക്കാൻ കഴിയുന്ന പാർട്ടി എന്ന അഹന്തയിൽ മുന്നോട്ടു പോയാൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. മാസത്തിന്റെ ആദ്യ ചുവട് വെക്കാൻ ശ്രമിച്ചത് 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ്. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ 2024 തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഞാൻ കോൺഗ്രസിന് തള്ളി പറയുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങളാണ് ഇന്ത്യയിലെ BJPയെ തോൽപ്പിക്കാൻ പോകുന്ന പാർട്ടി എന്ന അഹന്ത വെച്ച് പറഞ്ഞാൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടും. AI ക്യാമറ പൂർണ്ണമായും LDFന്റെ ആശയമല്ല. കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ നിർദ്ദേശങ്ങളുടെ ആകെത്തുകയാണ് ഈ പദ്ധതി. കെൽട്രോൺ ഉപകരാർ നൽകുന്നത് പുതിയ കാര്യമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും പദ്ധതികളിൽ ഉപകരാറുകൾ നൽകിയിട്ടുണ്ട്. AI ക്യാമറ പദ്ധതിയിൽ സർക്കാർ 5 പൈസ നൽകിയിട്ടില്ല. 5 കൊല്ലം കൊണ്ട് 20 ഗഡുവായി കൊടുത്താൽ മതിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദ കേരള സ്റ്റോറി RSSന് വേണ്ടിയുള്ള സിനിമയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റബ്ബർ വില 300 രൂപ ആകാത്തത് ASEAN കരാർ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. റബ്ബർ ബോർഡ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.